ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ കല്യാണം ഡേ. ഞാൻ മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും ആദ്യം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവം കുറച്ച് സ്നേഹത്തോടെ തന്ന കുറച്ച് മാർക്കുകളുണ്ട് മുഖത്ത്, അതൊക്കെ ഒന്ന് കവർ ചെയ്യട്ടെ. പിന്നെ ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിലും ഡാർക്ക് സർക്കിൾസ് വേറെയും, അപ്പോൾ അതൊക്കെ കൺസീൽ ചെയ്ത ശേഷം ഇനി അടുത്തത് അമല പോൾ പറഞ്ഞ പോലെ ഈവൻ ടോൺ ആവണം. അതിനുവേണ്ടി ഉപയോഗിക്കൂ ചന്ദ്രിക. ഇവിടെ നമുക്ക് ചന്ദ്രികയൊന്നും ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ അങ്ങോട്ട് ബേസ് സെറ്റ് ആവട്ടെ. ഇനി മേക്കപ്പ് ബ്ലെൻഡറിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന ശേഷം ആകെ മൊത്തം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കുക. ഇനി നമുക്ക് കണ്ണെഴുതിയാലോ? ഇതൊരു സാമ്പിൾ കണ്ണെഴുത്ത് മാത്രമാണ്, ബാക്കി പിന്നാലെ വരുന്നുണ്ട്. ഈ ഐ ഷാഡോ ഇടുന്നത് വെറും ഷോയ്ക്കാണ്, കാരണം കാര്യമായിട്ടിത് കാണൂല്ല, പക്ഷേ മനസ്സിനൊരു സംതൃപ്തിയും കിട്ടും. ഇനിയാണ് കണ്ണെഴുതാൻ പോണത്. ഇതെന്താവും പോലും അറിയില്ല. ഇതാണ് യഥാർത്ഥ നാണുമ്മേക്കളി. പക്ഷേ സെറ്റായിട്ടോ. ഇനി ക്യൂട്ടാവാൻ നമ്മൾ വേറെ എവിടെയും പോകണ്ട, കുറച്ച് ബ്ലഷ് വാങ്ങുക, വാരിപ്പൂശുക. ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു മേഖല തന്നെയാണ് ഈ ഐബ്രോ ഷേപ്പ് ചെയ്തെടുക്കുക എന്ന്. പഠിച്ച് പാലറ്റും കഴിഞ്ഞ് അവസാനം ഞാൻ കഴിവ് തെളിയിച്ചു. തലേനേക്കാളും മുടി പിരികത്തുണ്ടായതുകൊണ്ട് അത് ഈർന്ന് റെഡിയാക്കട്ടെ. ഞാനടക്കമുള്ള പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മറന്നാൽ പോലും ലിപ്സ്റ്റിക് ഇടാൻ മറക്കൂല. പണ്ട് ഒരു കളറാണെങ്കിൽ ഇപ്പോൾ ഒരു കളറിൽ അത് നിൽക്കുന്നില്ല. 1, 2, 3, 4 ഇട്ട് സെറ്റ് ചെയ്താലും വിചാരിച്ച കളർ കിട്ടൂല്ല. മനസ്സിലുള്ള കളർ അതേതാന്ന് പറഞ്ഞു തരാൻ അറിയൂല്ല. മസ്കാര കഴിഞ്ഞതാണെങ്കിൽ പോലും ഈ ബ്രഷ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയില്ലെങ്കിൽ മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയില്ല. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരിക. കാരണം പണ്ട് അമ്മ ഇത് വെച്ച് ഞങ്ങളെ മുഖത്ത് കുറേ പരീക്ഷണം നടത്തിയതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇടുന്നതല്ല പൊട്ട്, പണ്ടത്തെ പൊട്ടാണ് പൊട്ട് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ നമുക്കല്ലേ അറിയൂ. അങ്ങനെ കമ്മൽ സെലക്ട് ചെയ്തു, മാല സെലക്ട് ചെയ്തു, പിന്നെ വള സെലക്ട് ചെയ്തു, വാച്ചിട്ടു, ഷോളും വിരിച്ചു, കുളൂസാക്കാൻ പുതിയ ചെരുപ്പും, അതും രാജസ്ഥാനിന്ന്. മുടി പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു മെന വരുന്നില്ല. അപ്പോൾ കല്യാണത്തിന് പോയി വരെ. ഓക്കെ, ബൈ.